പത്തനംതിട്ട തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ആന്റണി എം പി എത്ര തുക കൈപ്പറ്റി? സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് എത്ര രൂപ തിരിച്ചു നൽകി? എം പിയോട് മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യം. വാങ്ങിയ തുക എത്രയെന്ന് പറയാതെ എം പിയുടെ വിശദീകരണം. പണം വാങ്ങിയതായി എം പി സമ്മതിച്ചു. അല്ല, പൈസ വന്നല്ലോ, അതല്ല പറഞ്ഞ തിരിച്ചു കൊടുത്തു എന്ന് അയാൾ പറഞ്ഞു. അതെ, തിരിച്ചു കൊടുത്തു. അല്ല, അത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. വാങ്ങിയ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് സ്ഥാപന ഉടമയുടെ മകൾ താങ്കളെ കണ്ടിരുന്നോ? ഞാൻ ആരാ വന്നോന്ന് എനിക്കറിയില്ല. അവരുടെ വന്നു ചോദിച്ചു, കൊടുത്തിട്ടുണ്ട്. എന്ത് ആവശ്യത്തിനായാണ് സ്ഥാപന ഉടമ NM രാജുവിന്റെ പക്കൽ നിന്നും താങ്കൾ പണം കൈപ്പറ്റിയത്? എനിക്ക് ഇലക്ഷൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഇലക്ഷൻ പലപ്പോഴും നിന്നു പോയെന്ന് പോലും തോന്നി. കാരണം രണ്ട് ഭരണത്തിലിരിക്കുന്ന രണ്ട് മുന്നണി ഒഴുക്കുന്ന കോടി എത്രയാണെന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതെന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഈ രാജു എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും NM രാജുവിന്റെ പക്കൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് എം പിയുടെ ന്യായം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സഹായിക്കുന്ന ആളുകളെ സഹായിക്കുമ്പോൾ സഹായം സ്വീകരിക്കും. അതെല്ലാ സ്ഥാനാർത്ഥിയും അങ്ങനെയല്ലേ? അങ്ങനെ അല്ലാതെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേരിങ്ങ് പറഞ്ഞത്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സഹായിക്കും, CPM സ്ഥാനാർത്ഥിയെ സഹായിക്കും, BJP സ്ഥാനാർത്ഥിയെ സഹായിക്കും. അതൊക്കെ ഈ നാട്ടിൽ പൊതുകിടപ്പുള്ള കാര്യമല്ലേ? വാങ്ങിയ പണം തിരികെ നൽകി എന്ന് മാത്രം പറഞ്ഞ് ആന്റണി എം പി തടി തപ്പി. അപ്പോഴും ചോദ്യം ബാക്കി. എത്ര തുകയാണ് വാങ്ങിയത്? എത്ര തുകയാണ് തിരിച്ചു നൽകിയത്? അല്ല, അതല്ലേ പറഞ്ഞത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. റിപ്പോർട്ടർ, പത്തനംതിട്ട.